അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹബ്ബീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ്. 6 ഗുണങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരുപാട് മഹത്വങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ നിറഞ്ഞ ഒന്ന സ്വലാത്ത് കേട്ടോ. മുത്തനബി തങ്ങളുടെ പേര് സ്വലാത്തിന് അല്ലാഹു അത്രത്തോളം മഹത്വമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം പറഞ്ഞാലും തീരില്ല, അത്രത്തോളം മഹത്വമാണ്. ഞാൻ ഒരുപാട് തവണ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കേൾക്കാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുവാനും മരിക്കണ വരെ മുത്തായി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുവാനും തങ്ങളെ യഥാർത്ഥ മുഹിബായിട്ട് ജീവിക്കാനൊക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹിബീങ്ങളെ, മുത്തനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഗുണങ്ങളിൽ ഒന്നാമത്തേതാണ് 10 മടങ്ങ് പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 തവണ കാരുണ്യം ചെയ്യും, 10 പാപങ്ങൾ പുറത്തു കൊടുക്കും, 10 പദവി ഉയർത്തും. എങ്ങനെ? ഒരു സ്വലാത്തിൻ്റെ മഹത്താണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ തോട്ടെ ഒരു 200 അല്ലെങ്കിൽ 2000 സ്വലാത്തൊക്കെ ചൊല്ലിയാൽ അള്ളാഹു എത്രത്തോളം മഹത്വം നമുക്ക് നൽകുന്നു അല്ലേ? ഇത്രത്തോളം മഹത്വമാണ് കേട്ടോ. സ്വലാത്ത് നമ്മൾ നിസ്സാരമാക്കേണ്ട ഒന്നല്ല, ഒരു ആയുധമാണ്. നമ്മുടെ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു മരുന്ന് സ്വലാത്ത്. അപ്പോൾ സ്വലാത്ത് മുറുകെ പിടിക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയം തന്നെ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് മോശമായിട്ട് വല്ലതുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് സ്വലാത്ത് കൊണ്ടുണ്ടോ? ഇല്ല. നന്മകൾ മാത്രമുള്ള സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നഷ്ടമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളി, ഒരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് പറയാം, സ്വലാത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറി മനസ്സിന് സന്തോഷ റാഹത്തും കിട്ടും. ആ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയും സ്വലാത്ത് ചൊല്ലണം, എനിക്ക് ഇനിയും സ്വലാത്ത് ചൊല്ലണം എന്നുള്ള മനസ്സിലൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കും, നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ അതൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണതാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്ന്. ഇനി രണ്ടാമത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ, ഗുണമെന്ന് പറഞ്ഞാൽ ദുആ സ്വീകരിക്കപ്പെടും എന്നതാണ്. ദുആയുടെ തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ്. മുത്തനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയും അവസാനിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിയാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ് എന്നത്. ഇനി മൂന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അടുത്തിരിക്കും എന്നതാണ്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആരാണെന്നാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അടുത്തിരിക്കുന്ന ആരാണ്? എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന്. അപ്പം ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടണ്ടേ? അപ്പം അതിനെന്ത് വേണം മുഹിബീങ്ങളെ? സ്വലാത്ത് ചൊല്ലണം. മടി കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചൊല്ലിയാൽ നമുക്ക് തന്നെയാണ് ലഭിക്കുന്നത്, വേറെ ആർക്കും പോവില്ല. അപ്പം സ്വലാത്ത് ചൊല്ലുക. നാലാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ മാറും, പാപങ്ങൾ പൊറുക്കും എന്നതാണ്. ഒരു സ്വഹാബി ചോദിച്ചു, എൻ്റെ ദുആ മുഴുവൻ സ്വലാത്താക്കിയാൽ മതിയോ നബിയേ? അപ്പോൾ മുത്തുനബി തങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ വിഷമങ്ങളും മാറും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. നീ മുഴുവൻ സ്വലാത്തിലിരിക്കോ, ഒരു ദിവസം മുഴുവൻ നീ സ്വലാത്തിലിരിക്കോ, നിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി നിൻ്റെ ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കും. സ്വലാത്ത് കാരണമായിട്ട് അള്ളാഹു അവനിക്ക് പ്രതിഫലം കൊടുക്കും. അത് ദുനിയാവിലും ആഖിറത്തിലൊക്കെ അള്ളാഹു കൊടുക്കും. നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ എന്താണുള്ളൂ? സ്വലാത്തേ ഉള്ളൂ. മറ്റമലുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നിസ്കരിക്കാൻ കയറി കഴിഞ്ഞാൽ 100,000 ചിന്തകളാണ് അല്ലേ? അപ്പം ചിന്തിക്കാം അല്ലേ? നമുക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമേ ഉള്ളൂ. തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമേ ഉള്ളൂ മുഹിബീങ്ങളെ. അഞ്ചാമത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളെ നേരിട്ട് മറുപടി തരും എന്നതാണ്. എൻ്റെ ഖബറിനടുത്ത് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അത് കേൾക്കും എന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് ചൊല്ലിയാലോ എന്ന്. അങ്ങനെ ചൊല്ലിയാലുള്ള മറുപടിയാണ് ഇനി പറയുന്നത്. മറ്റെവിടെയാണെങ്കിലും ചൊല്ലിയാലും അത് എനിക്ക് എത്തിക്കപ്പെടും എന്ന്. സ്വലാത്ത് എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ ചൊല്ലുമ്പോൾ തങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത് മുഹിബീങ്ങളെ. വഫാത്ത് സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞ് നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് തങ്ങൾ മാത്രമല്ല, മഹ്ശറിൽ വിചാരണ ചെയ്യുമ്പോൾ അർശിനെ തള്ളിയിരിക്കുന്ന മുത്തായി തങ്ങളടുത്ത് വന്ന് പറയുന്നുണ്ട്, നബിയെ അങ്ങനെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അല്ലാഹു വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും തങ്ങൾ ഓടി ചെല്ലുന്നുണ്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടി.
എല്ലാ മഹാന്മാരും കയറിയിരിക്കും മുത്തായ തങ്ങൾക്കും സിംഹാസനത്തിൽ കയറിയിരിക്കാം. തങ്ങൾ കയറിയിരിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ ഉമ്മത്തിങ്ങൾ ആര് രക്ഷിക്കും? ഞാനല്ലാണ്ട്. അങ്ങനെ വെച്ച് തങ്ങൾ ഓടിപ്പാഞ്ഞെടുക്കും. ആ തങ്ങളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കും? എന്തെല്ലാം രീതിയിൽ രക്ഷിക്കാൻ പറ്റുമോ ഒരാളെ അള്ളാഹു പല രീതിയിലും മുത്തനബി രക്ഷിക്കാൻ നോക്കും. കഴിയാണ്ടാകുമ്പോൾ അവസാനം തങ്ങളുടെ പോക്കറ്റിൽ ബത്താപ്പൊരു പേപ്പർ കഷ്ണം എടുത്തിട്ട് അതിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പൂമേനിയിലേക്ക്, ആ സുന്ദരമായ മേനിയിലേക്ക് നമ്മൾ എങ്ങനെ നോക്കും? അത്രത്തോളം നമ്മൾ ഇഷ്ക് വെച്ച തങ്ങളുടെ മുഖത്തേക്ക് എങ്ങനെ നമ്മൾ നോക്കും? മുഹിബീങ്ങളെ ലജ്ജയില്ലേ നമുക്കൊക്കെ? തങ്ങളുടെ പേര് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാട്ടോ. സ്വലാത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രതിഫലം ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടും. പല രീതിയിലും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും നമുക്ക് കാണാം. റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം. അപ്പോൾ നമ്മൾ പറയും, ഇനി ഞാൻ എങ്ങനെയാണ്, എനിക്ക് ഈ ഒരു ജീവിതം മതി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇനി ഒരുപാട് സ്വലാത്ത് ചൊല്ലും എന്ന്. ഈ സ്വലാത്ത് ചൊല്ലുന്ന വഴി മുത്തായ തങ്ങളെ ഇഷ്ക് വെക്കാനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സ്വലാത്ത് ചൊല്ലി മദീനയിലെത്തിയെന്നൊക്കെ. ആ കൂട്ടത്തിലേക്ക് നമ്മൾ ഉൾപ്പെടണം. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം മുത്തായ തങ്ങളുടെ അടുത്ത് പോകാനായിട്ട്. വല്ലാത്തൊരു ആനന്ദമാണ്. അത് സ്വലാത്ത് ചൊല്ലുന്നവർക്കേ ആനന്ദം പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ല, ആ ആനന്ദം നിങ്ങളും നുകര ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആറാമത്തെ മഹത്വം ഗുണമെന്ന് പറഞ്ഞാൽ പിശുക്കനാവില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ടു, അഥവാ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് തങ്ങളുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ, തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ. അപ്പോൾ ആ പിശുക്കനാവരുത് നമ്മൾ. എവിടെ സ്വലാത്ത് മുത്തനബി തങ്ങളുടെ പേര് പറഞ്ഞാലും സ്വലാത്ത് ചൊല്ലിക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ കണ്ട് മദീനയിലിരിക്കണം മുത്തായ തങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണം. സന്തോഷിക്കണം. ആ സന്തോഷമാണ് നമുക്കൊക്കെ വേണ്ടത് മുഹിബീങ്ങളെ. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള സമയമുണ്ട് അല്ലേ? സമയങ്ങളെല്ലാം സ്വലാത്ത് ചൊല്ലാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ സ്വലാത്ത് ചൊല്ലി ലാസ്റ്റ് നമുക്ക് സ്വലാത്ത് ചൊല്ലാണ്ടിരിക്കണ ഒരു ഗതികേട് വരും, ഒരവസ്ഥ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വലാത്ത് ചൊല്ലാണ്ടിരിക്കാൻ പറ്റൂല. കാരണം സ്വലാത്ത് ചൊല്ലിയില്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ല. സ്വലാത്ത് ചൊല്ലിക്കഴിയുമ്പോഴോ മനസ്സിന് റാഹത്ത് സന്തോഷമായിരിക്കും. ആ ഒരു അവസ്ഥ, ആ ഒരു ഘട്ടം വരെ ആവണം നമ്മൾ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ധാരാളം സ്വലാത്ത് ചൊല്ലുവാനും മുത്തുനബി തങ്ങളുടെ പുണ്യഭൂമിയിൽ ചെന്നെത്താനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ യഥാർത്ഥ മുഹിബായിട്ട് ജീവിക്കാനും അല്ലാഹു നമുക്കൊക്കെ ആ ഭാഗ്യം, ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നല്ല അറിവ് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ.